ഇന്നൊരു മിനി വ്ലോഗാണേ. അപ്പോൾ ഇന്നലെ രാത്രി പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു ഓഹോ ബീച്ച് കാണാൻ പോവാന്ന്. ഇതിന് മുന്നത് ഓഹോ ബീച്ച് അല്ലായിരുന്നു, തമ്പാൻകടവായിരുന്നു, നമ്മുടെ തളിക്കുളത്ത് തന്നെ. തമ്പാൻകടവ് അടിപൊളിയായിരുന്നേ. ഇപ്പോൾ ആ തമ്പാൻകടവിൽ കുറേ ലൈറ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. രാത്രിയൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട്. എന്താ പറയുക, രാത്രിയിൽ ആ ഒരു തണുപ്പും കുറേ നേരം ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവിടെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പിന്നെ കുറേ പാലുണ്ട്. ജെനി ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു മരത്തിൻ്റെ കൊമ്പൊക്കെ കണ്ടു, അവരെന്ത് രസമായിട്ട് ഓരോ മരത്തിൻ്റെ കൊമ്പിലും ഓരോ ആനിമൽസിനെ. അതേ ഒരു ആടുണ്ട്, പ്ലെയിൻ ഉണ്ട്, പിന്നെ ഇത് തെങ്ങിൻ്റെ തടി കൊണ്ട് കുറേ കസാര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഊഞ്ഞാലിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ജെനിയും ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ആടി. പിന്നെ ഈ ആനിമൽസിൻ്റെ മേലൊക്കെ കയറിയിരിക്കാൻ പറ്റും. ജെനി അങ്ങനെ എല്ലാ ആനിമൽസിൻ്റെ മേലിലും കയറിയിരുന്നു. പിന്നെ അവിടെ ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പ് നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് വിഷമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് തമ്പാൻകടവ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ആൾക്കാരും പിന്നെ ഫുഡ് സ്റ്റോൾസൊക്കെ കൂടിയപ്പം വേസ്റ്റുകളും കൂടി. അങ്ങനെ വെള്ളത്തിലൊക്കെ ആകെ വേസ്റ്റ് ഇട്ട് ആകെ ഒരു പൊട്ട മണവും വേസ്റ്റും ഒക്കെ ആയി. അപ്പോൾ ഇതാണ് എൻ്റെ ഓഹോ ബീച്ച് വിശേഷങ്ങൾ.